അതിന്റെ കൊമ്പുകൾ ഇളകാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോഴേ വേനൽക്കാലം പിന്നെ ചൂടല്ലേ, ഈ ചില സമയത്ത് തണൽ പോവേ, തണലിന് ഒത്തിരിയേറെ പ്രാധാന്യം ഉള്ളൊരു ദിവസമാണല്ലോ വേനൽക്കാലം. നമ്മൾ വഴിയെ പോകുമ്പോൾ തണൽ തേടിയില്ലേ ആൾക്കാർ പോണത്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ തണലിലൂടെയാണ് പോണത്. കാരണം ഉച്ച 12 മണിക്ക് 1 മണിക്കൊക്കെ ഊണ് കഴിക്കാൻ വീട്ടിലോട്ട് വരുമ്പോൾ നല്ല വെയിൽ, സാധാരണ വഴി നല്ല വെയിലായിരിക്കും. അപ്പോൾ തെങ്ങിൻ്റെ തടം നോക്കി തണൽ നിർത്തി പോകും. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തണൽ തേടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വേണം, ആരെങ്കിലും ഒന്ന് സംസാരിക്കണം, ആരോടെങ്കിലും നിങ്ങളുടെ ഈ സങ്കടം ഒന്ന് പറയണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒരു തണൽ വേണമെന്ന് പറയണത്, അതാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. പക്ഷേ വേനൽക്കാലത്ത് വേറെ പ്രത്യേകത, നിങ്ങൾ പറയുന്ന ആളിൽ നിന്നല്ലായിരിക്കും ചിലപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പോണത്. അടുത്ത വചനം വായിച്ചേ. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ വേനൽക്കാലത്തിന്റെ അടയാളം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന്റെ വരവാണ് വേനൽക്കാലം. ഇപ്പൊ നമ്മളൊക്കെ വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് തണൽ നഷ്ടപ്പെട്ടു, ഒരു തണലിന് വേണ്ടി നമ്മൾ കെഞ്ചു